നമസ്കാരം. നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ BJP നേതാവുമായി ചർച്ച ചെയ്ത് ഫോൺ സംഭാഷണം പുറത്തുവന്നതിനെ തുടർന്ന് നേമം മണ്ഡലത്തിൽ നിന്നുള്ള പാർട്ടി ജില്ലാ കൗൺസിൽ അംഗം VS സുലോചനന്റെ സസ്പെൻഷന് പിന്നാലെ നേമ മണ്ഡലത്തിലെ CPI പൊട്ടിത്തെറിക്ക് കളമൊരുങ്ങുന്നു. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒടുവിൽ മണ്ഡലം സെക്രട്ടറി പാപ്പനംകോട് അജയനെ ഫോണിലൂടെ തെറിവിളിച്ച ആറ്റുകാൽ ലോക്കൽ സെക്രട്ടറി ഷിബു കെ സുരേന്ദ്രനെ തലസ്ഥാനത്തു നിന്നും ഇലക്ഷന് തൊട്ടുമുന്നേ നീക്കം ചെയ്യുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. ക്രിമിനൽ ബന്ധങ്ങളുള്ള ഷിബു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന ആരോപണവും ഔദ്യോഗിക വിഭാഗം ഉന്നയിച്ചിരുന്നു. മന്ത്രി GR അനിലിന്റെ അടുപ്പക്കാരനായ പാപ്പനംകോട് അജയൻ സ്വന്തം താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ കണ്ടുപിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമുണ്ട്. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കാലടി ജയചന്ദ്രൻ പുറത്തായതിനെ തുടർന്നാണ് പാപ്പനംകോട് അജയൻ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലത്തറയിലെ CPI സ്ഥാനാർത്ഥി ഗീതാകുമാരിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് മറ്റൊരു പാർട്ടി ജില്ലാ കൗൺസിൽ അംഗം സുജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടു. അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി നേരത്തെ നേമം മണ്ഡലം കമ്മിറ്റിക്കും ജില്ലാ കൗൺസിലിനും കത്ത് നൽകിയിരുന്നു. അതിന്മേൽ ഒരു നടപടിക്കും മേൽഘടകങ്ങൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സുലോചനന് എതിരായി വിശദീകരണം പോലും ചോദിക്കാതെയുള്ള നടപടി. ഇതേ വാർഡിലെ പരാജയത്തിന്റെ പേരിൽ CPM 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും പുറത്താക്കിയിരുന്നു. വെള്ളാർ വാർഡിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച മുൻ കൗൺസിലർ പനത്തുറ ബൈജുവിനെ മണ്ഡലം നേതൃത്വം സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് സ്ഥാനാർത്ഥിയും മുൻ കൗൺസിലറുമായിരുന്ന ബിന്ദുവും ഭർത്താവും നിരവധി പാർട്ടി അംഗങ്ങളും ഉൾപ്പെടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ BJPയിൽ ചേർന്നിരുന്നു. പുതിയ സംഭവ വികാസങ്ങളിൽ അസംതൃപ്തർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നേതൃത്വം നിരീക്ഷിക്കുകയാണ്. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കരമന ഹരിയോ CPM നേതൃത്വമോ സുലോചനന് എതിരെ CPI നേതൃത്വത്തിന് പരാതിയൊന്നും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സുലോചനന് ചുമതലയുള്ള അമ്പലത്തറ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയെ നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ മാറ്റി, നേരത്തെ പോക്സോ കേസിൽ പ്രതിയായതിനെ തുടർന്ന് മാറ്റിയ ആളെ തന്നെ വീണ്ടും സെക്രട്ടറിയാക്കിയതിൽ സുലോചനുമായി മേൽഘടകം ഇഴഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് പുതിയ ശബ്ദ സന്ദേശം കൂടി പുറത്തുവന്നത്. നേമത്തെ BJPക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടും ശിവൻകുട്ടിയെ തോൽപ്പിക്കണമെന്നുമുള്ളതായിരുന്നു സുലോചനന്റെ ശബ്ദരേഖ. ഒരു സുഹൃത്തിനോടാണ് സുലോചനൻ ഇക്കാര്യം പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ താനും ശിവൻകുട്ടിയും തമ്മിൽ ഉടക്കാണെന്ന് അറിയാമല്ലോ എന്നും രഹസ്യമായിട്ട് നിങ്ങളെ സഹായിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്നും സുലോചനൻ ഫോണിലൂടെ പറയുന്നുണ്ട്. ശിവൻകുട്ടി തനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തോൽക്കുന്നതിലും ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടെന്നും അദ്ദേഹം ഫോണിലൂടെ പറയുന്നുണ്ട്. വ്യക്തിപരമായ വിഷയങ്ങളാണ് ഫോണിലൂടെ സംസാരിക്കുന്നത്. അതിനിടയിലാണ് ശിവൻകുട്ടിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സുലോചനൻ വ്യക്തമാക്കിയത്. ശിവൻകുട്ടിയുമായി എതിർപ്പ് അറിയിക്കുകയും എതിർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന പരോക്ഷമായ സൂചനയും സംഭാഷണത്തിൽ വ്യക്തമായിരുന്നു. BJP സഹായിക്കുന്ന തരത്തിലുള്ള പരാമർശമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് CPI നടപടിയെടുത്തത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടായേക്കും. ഡീൽ വിവാദമടക്കം കത്തുനിന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ശബ്ദരേഖ പുറത്തുവരുന്നത്.